2000 3 pieces. Okay. ഇത് അർമേനിയയിലെ വളരെ പ്രശസ്തമായ ഗും മാർക്കറ്റ് ആണ്. What is this? Armenian Snickers. Armenian Snickers. അർമേനിയൻ സ്നിക്കേഴ്സ്. ഇത് അർമേനിയൻ സ്നിക്കേഴ്സ് ആണ്. ഇവർക്ക് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡാണ് നീലി. നെല്ലി എന്നാണ് പേര്, നമ്മൾ വിളിച്ചത് നീലി എന്നാണ് കേട്ടോ. അപ്പോൾ നീലിയാണ് പറഞ്ഞത് ഇത് അർമേനിയൻ സ്നിക്കേഴ്സ് ആണ്. ഇവിടെ മുഴുവനും ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന കുറേയധികം ഫ്രൂട്ട് പൾപ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ ഒറിജിനലാണ്. അതിൻ്റെ ഒരു മാർക്കറ്റാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എന്ത് വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഇവരെന്ത് ചോദിച്ചാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. രാകേഷ് നിനക്ക് ഇത് വെച്ചിരിക്കുന്നത്. ഒറ്റ പ്രശ്നം, ഇവർക്ക് ഭാഷ അറിയില്ല. ചിലർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. ആണ്ടോ, ഇവരുടെ അർമേനിയൻ ലാംഗ്വേജാണ് പറയണത്. പിന്നെ ഇപ്പോൾ നമുക്ക് എവിടെ പോയാലും ലാംഗ്വേജ് ഒരു പ്രശ്നമല്ലല്ലോ. നമ്മുടെ ഫോൺ എടുക്കുക, ട്രാൻസ്ലേറ്ററിൽ പോവുക, ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക, സിമ്പിൾ. നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. നമ്മുടെ ഈ വേഷമൊക്കെ കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. നമ്മളെ കാണുന്ന ഉടനെ നമസ്തേ പറയും. നമ്മളിവിടെ ഈ ഫ്രൂട്ട് മാർക്കറ്റിൽ വന്നാലും നമുക്ക് ആദ്യം കഴിക്കാൻ തരുന്നത് ഈ ടൈപ്പിലുള്ള ഫ്രൂട്ടിൻ്റെ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. ഇതൊക്കെ ഒറിജിനലാണ്. പക്ഷേ ഇത് മാത്രം, ഇതിൻ്റെ ഉള്ളിൽ നട്ട്സ്, ഇതിനകത്ത് വാൾനട്ട്സ് അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അർമേനിയൻ സ്നിക്കേഴ്സ് ഇതാണ് നമുക്ക് ആദ്യം കഴിക്കാൻ തരുന്നത്. പക്ഷേ നമ്മൾ അത് കഴിച്ച് നോക്കിയിട്ട് അത് തന്നെ വാങ്ങിക്കാൻ നിൽക്കണമെന്നില്ല. ഇവിടെ ഭയങ്കര വെറൈറ്റിയാണ്, ഒരുപാട് വെറൈറ്റിയാണ്. ഈ ഇരിക്കുന്നത് മുഴുവനും ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയ തന്നെ. എല്ലാ ഫ്രൂട്ട്സും അതായത് ഉണ്ടോ, ഭയങ്കര രസമാണ് കേട്ടോ ഈ മാർക്കറ്റ് കാണാനായിട്ട്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ്. അർമേനിയയിൽ നമ്മൾ ഏത് മാർക്കറ്റിൽ പോയാലും ഇതുപോലുള്ള ഓപ്പൺ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വേണം സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ. കാരണം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം തന്നെ നമ്മൾ വില ചോദിച്ചാൽ പറയും 8000 dirhams 7000 dirhams എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ വില പേശി നമ്മൾ മലയാളികളല്ലേ, വില പേശാൻ മിടുക്കന്മാരാണ് നമ്മൾ. പേശി അത് 1000-നും 2000-നും ഒക്കെ വാങ്ങിക്കും. 1000 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 dirhams അല്ല, അതെ 10 dirhams ആവുന്നുള്ളൂ. 2000 എന്ന് പറയുമ്പോൾ 20 dirhams. അപ്പോൾ അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് വേണം ഇവിടുത്തെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അർമേനിയയിൽ വന്നാൽ ഓപ്പൺ മാർക്കറ്റിൽ പോയാൽ കേട്ടോ. ഫിക്സഡ് റേറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ കിട്ടുള്ളൂ ഷോപ്പിൻ്റെ ഉള്ളിൽ. ഇവിടെ ഇത് മാത്രമല്ല, ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്, ഒറിജിനൽ ഫ്രൂട്ട്സും ഉണ്ട്. അതുപോലെ നമ്മൾ അർമേനിയയിലേക്ക് വരുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ പാകത്തിന് ഉള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. പോരെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്.